ഹലോ, ഇന്നിപ്പോൾ ഞാൻ ദേ റെഡി ആയിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ. എനിക്കിന്ന് ചെക്കപ്പുള്ള ഡേ ആണ്. അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടു, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് ബേബിയുടെ കൗണ്ട്സ് നോക്കി വെക്കാനുണ്ടായിരുന്നു. അത് കിക്ക് കൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫോണിലാണ് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത്. കാരണം പേപ്പർ എപ്പോഴും എടുക്കുമ്പോൾ അത് മോശമുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറേണ്ട താമസം അജുക്കുട്ടൻ അപ്പം തന്നെ ഉറങ്ങും കേട്ടോ. സാധാരണ വീട്ടിലാണെങ്കിൽ അവൻ ഉറങ്ങിയില്ല. പിന്നെ നമുക്ക് രാമൻ്റെ സ്കൂളിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. കാരണം 3 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. 3 മണിക്ക് കൊച്ചു വീട്ടിൽ വരുമ്പോൾ ആരും പിക്ക് ചെയ്യാനില്ല. അപ്പം ഞങ്ങൾ അവൻ്റെ സ്കൂളിൽ പോയായിരുന്നു. അവൻ്റെ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്മസ് ട്രീസും പിന്നെന്താ നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് സെലിബ്രേഷൻ ഡേ കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവനെ പിക്ക് ചെയ്തു. അപ്പോൾ അവൻ രാവിലെ ഇട്ട ഡ്രസ്സല്ല കേട്ടോ, ടീച്ചറിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാമനെയും കൊണ്ട് ഞങ്ങളിത് നേരെ ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ വന്നതിന് ശേഷം വെയിറ്റും പ്രഷറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഓക്കെ ആക്കി അതൊക്കെ മെഷറൊക്കെ ചെയ്ത് എഴുതിയൊക്കെ വെച്ചു. പിന്നെ അടുത്ത അപ്പോയിൻമെൻറ്റുള്ള ഡേയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ഞങ്ങൾക്ക് എന്തായാലും ആ സമയമാകുമ്പോഴേക്കും നമുക്കൊരു വിശപ്പ് വരുമല്ലോ ഡോക്ടറിനെ കണ്ടതിന്. അപ്പോൾ ഞങ്ങൾ ചാത്തിയത്തിലേക്കാണ് കേട്ടോ പോണത്. ചാത്തിയത്തിൽ നമുക്ക് ഒരുപാട് കടകളും വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇത് കണ്ടത് ഇതൊരു വാക്ക് വേ ആണ്. നമുക്ക് അവിടെ വന്ന് റിലാക്സ് ചെയ്യാം, കുറേ നേരം ഇരിക്കാം, നല്ല രസമാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഒരു 3:30 to 4 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഷോപ്പും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടി വൈകിയാലും എല്ലാ ഷോപ്പും അവിടെ തുറക്കുള്ളൂ കേട്ടോ. എന്നാലും കുറച്ച് കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 70 രൂപ അങ്ങനെ എന്തൊക്കെ ഉള്ളൂ അവിടെ ഫുഡിന്. പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിന് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇത് രാമൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ അതിന് ഞങ്ങളിത് സമൂസ ചാറ്റ് വാങ്ങാനാണ് നിന്നത്. അപ്പോൾ ആദ്യം പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിക്കണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പിന്നെ അത് കഴിച്ചു കേട്ടോ. 2 എണ്ണം ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ എരിവിൻ്റെ ഇതൊന്നും അതിൽ ആഡ് ചെയ്യേണ്ടെന്ന് കടക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സമൂസ ചാറ്റ് കൊണ്ടുവന്നു, അതുമൊക്കെ കഴിച്ചു, പിള്ളേർക്കൊക്കെ കൊടുത്തു. അതിന് അവസാനമായിട്ട് നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു പോപ്സിക്കളും കൂടി വാങ്ങിച്ചിട്ടാണ് ഫുഡ് കഴിക്കൽ അവിടെ അവസാനിപ്പിച്ചേട്ടോ. അതിന് ഞങ്ങൾ CNG അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി. പിന്നെ അമ്മ വരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ബസ്സിനാണ് പിന്നെ തിരിച്ച് വന്നത്. പിന്നെ ബസ്സിൽ തിരക്കുള്ള സമയമായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഹസ്ബൻഡ് ആ വഴി യൂബർ ഓടാൻ വേണ്ടി പോയിട്ടോ. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഒരിക്കലാണ് കേട്ടോ. അപ്പോൾ ആ ബുക്കൊക്കെ വായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.